സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഴവർഗ്ഗങ്ങൾ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും 8 മണിക്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുറന്ന് കാണാം. ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയനിഷ്ഠ വളരെ കറക്റ്റാക്കിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ കുറച്ചൊക്കെ പോരായ്മകളുണ്ടായിരുന്നു. ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമയനിഷ്ഠയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം ഈ പുതിയ അറിവുകൾ, നല്ല അറിവുകൾ. കാരണം ഞാനൊരിക്കലും ദോഷം വരുന്ന ഒരറിവും യൂട്യൂബ് ചാനലിൽ ഇടുന്നില്ല. ഇടുന്നതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അത് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണാം, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന് മാതള നാരങ്ങയെക്കുറിച്ചാണ്. ഉറുമാം പഴം എന്നും അനാർ എന്ന് ഇംഗ്ലീഷിലും പറയും. അപ്പോൾ ഈ മാതള നാരങ്ങ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത്. വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. 1. പ്രമേഹ രോഗ പീഡകൾക്ക് വളരെ നല്ലത്. 2. രക്തക്കുറവിനെ പരിഹരിക്കും. 3. രക്തസമ്മർദ്ദത്തെ കുറക്കും. 4. ദഹനത്തിന് വളരെ നല്ലതാണ്. 5. തുടർച്ചയായ എക്കിട്ടത്തിന് കുറച്ച് മാതള നാരങ്ങയുടെ കുരുവെടുത്ത് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ എക്കിട്ട അപ്പം നിൽക്കും. ചിലർക്ക് നിർത്താത്ത എക്കിട്ടായിരിക്കും. ജ്യൂസ് അടിച്ച് കഴിച്ചോ അപ്പം മാറും. ഇത്രയും ഗുണങ്ങൾ നമുക്കിതിനകത്തുണ്ട്. ധാരാളം ആളുകൾ വോയിസ് ഇടാറുണ്ട്. എക്കിട്ടം നിൽക്കുന്നേ ഇല്ല, ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയത് രാത്രി നേരം വെളുക്കോളം ഉണ്ടായി. പലരും പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ മാതള നാരങ്ങ അഥവാ ഉറുമാമ്പഴം, ഇംഗ്ലീഷിൽ അനാർ, നല്ലത്. ഇതോർത്ത് വയ്ക്കുക, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: പുതിയ രക്തകോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധച്ചെടിയുടെ പഴം. ഔഷധച്ചെടിയാൻ ചോദിച്ചേക്കുന്നത് ഉത്തരം കിവിയാണ്. കിവിയെക്കുറിച്ച് ഞാൻ മുൻപ് തന്നിട്ടുണ്ട്, പക്ഷെ അത് മറന്നുപോയി എല്ലാവരും. ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രാണികൾ കടിച്ചുണ്ടാകുന്ന വിഷത്തെ അകറ്റുന്ന ഒരു ഔഷധച്ചെടിയുണ്ട്. അതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുക. ഏതായിരിക്കും അത്? ഉത്തരം നൽകണം. നന്ദി, നമസ്കാരം.